ബുദ്ധിയുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറ ജോസഫ്. സർക്കാർ മർക്കട മുഷ്ടി വെടിയണമെന്നും സാറ ജോസഫ്. വേലൂർ പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. പീച്ചിയിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ മുകളിലേക്ക് മരക്കൊമ്പ് വീണു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ വിരുപ്പാക്ക സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ധാരണയായി. സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. മെയ് 1-ന് മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് നീക്കം. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. വേടനടക്കം 9 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ യുവനടന്മാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. അഷ്ടപതി സംഗീതോത്സവം തുടങ്ങി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ബുദ്ധിയുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറ ജോസഫ്. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇത് അനാവശ്യ സമരമല്ല. സർക്കാർ മർക്കട മുഷ്ടി അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും സാറ ജോസഫ് പറഞ്ഞു. ആശാ വർക്കർമാരോട് സർക്കാർ നിഷേധാത്മകമായ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമെന്ന നിലയിൽ സിവിൽ സമൂഹത്തിന്റെ ഓണറേറിയം ആശാ വർക്കർമാർക്ക് നൽകുമെന്ന് സാറ ജോസഫ് പറഞ്ഞു. ഓണറേറിയത്തിന്റെ പ്രഖ്യാപനവും വിതരണവും തൃശൂർ പബ്ലിക് ലൈബ്രറി പരിസരത്ത് മെയ് 1-ന് നടക്കും. 1000 രൂപയാണ് ഓണറേറിയവുമായി നൽകുകയെന്നും സാറ ജോസഫ് പറഞ്ഞു. വേലൂർ പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പഴവൂർ ഇടക്കുന്നി റോഡ്. വേലൂരിൽ നിന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലേക്കുമുള്ള റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇടക്കുന്നി വഴി സഞ്ചരിക്കുന്നത്. 300 മീറ്ററോളം ദൂരം വനത്തിനുള്ളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. ഈ പ്രദേശത്താണ് റോഡരികിലെ കുന്നിൻ ചെരുവിൽ നിന്ന് മരങ്ങളും വലിയ പാറകളും ഇടിഞ്ഞു വീഴുന്നത്. മണ്ണിടിഞ്ഞ് നിരവധി മരങ്ങൾ മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. റോഡരികിലെ വലിയ മുളങ്കൂടും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. മറിഞ്ഞു വീണതിനെ തുടർന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയ മരത്തടികൾ റോഡരികിൽ നിന്ന് മാറ്റിയിടാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കുന്നിടിയുന്ന പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും റോഡരികിലെ മരത്തടികൾ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. TCV എരുമപ്പെട്ടി. പീച്ചി ഡാം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ബസിന്റെ മുകൾ ഭാഗം തകർന്നു. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. പീച്ചി തൃശൂർ റൂട്ടിലോടുന്ന മോൻസി ബസിന് മുകളിലാണ് മരം വീണത്. കഴിഞ്ഞ ദിവസം രാത്രി സർവീസ് കഴിഞ്ഞ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മരക്കൊമ്പ് മുറിച്ചു നീക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2023 അടച്ചുപൂട്ടിയ വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ധാരണയായി. ഇതിനായി സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. നിലവിലെ MD PS ശ്രീകുമാറിനെ മാറ്റി പുതിയ MD-യായി ടെക്സ്ഫഡ് MD കൂടിയായ എബി തോമസിനെ നിയമിച്ചു. അംഗീകൃത യൂണിയൻ നേതാക്കളായ രമേശൻ നായർ, VV കൃഷ്ണകുമാർ, AC കണ്ണൻ, MK സുന്ദരൻ, V അനിൽകുമാർ, VC ഷാജി എന്നിവരുമായി MD ചർച്ച നടത്തി. പ്ലാന്റും മെഷീനറികളും അനുബന്ധ സ്ഥലങ്ങളും സന്ദർശിച്ചു. പ്ലാന്റിലെ 200 കോട്ടൺ ബൈലുകളുടെ ഗുണനിലവാര പരിശോധനയും നടന്നു. ഒന്നിനും തകരാറില്ലെന്നാണ് വിലയിരുത്തൽ. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് നീക്കം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ നടൻ ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ എക്സൈസിന് മുൻപാകെ ഹാജരായി. 1 മണിക്കൂറിനകം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണമെന്ന നിബന്ധനയോടെയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ബംഗളൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലിരിക്കെയാണ് താൻ ചോദ്യം ചെയ്യലിന് ഹാജരായതെന്നും ഉടൻ മടങ്ങണമെന്നും താരം ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ആലപ്പുഴ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നത്. ശ്രീനാഥ് ബാസിയും മോഡൽ സൌമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസിലെ മുഖ്യപ്രതികളായ
തസ്ലിമ സുൽത്താനയും ഭർത്താവ് സുൽത്താനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ അടിസ്ഥാനത്തിലുമാണ് താരങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അതേസമയം ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് നാളെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ജിൻഡോയും തസ്ലിമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. സിനിമ അണിയറ പ്രവർത്തകരിൽ ഒരാളെയും ചോദ്യം ചെയ്യും. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട വേടനടക്കം 9 പേരെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വേടന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഫ്ളാറ്റിൽ നിന്നും 5.5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. തൃശൂർ സ്വദേശിയായ വേടൻ എന്ന ഹിരൺദാസ് മുരളി റാപ്പർ ഗാനങ്ങളുടെ സമകാലീന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ലഹരിക്കെതിരെയും പ്രചരണം നടത്തിയിരുന്നു. യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വേടൻ മക്കളെ ഡ്രഗ്സ് ഉപയോഗിക്കലട എന്ന് പറഞ്ഞതും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ലഹരി ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വീഡിയോ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മേടമാസത്തിലെ കറുത്ത വാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചന്ദ്രമാസമാണ് വൈശാഖ മാസമായി ആചരിക്കുന്നത്. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ബുധനാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ ക്ഷേത്രം കഴുകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത്, നെയ്വിളക്ക് എന്നിവയുമുണ്ടാകും. കാലത്ത് ഉച്ചകഴിഞ്ഞും മേളത്തോടെ കാഴ്ചശിവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തി പ്രഭാഷണം ഉണ്ടാകും. വൈശാഖ മാസാചരണം മെയ് 26-ന് സമാപിക്കും. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവം തുടങ്ങി. രാവിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അഷ്ടപതി സംഗീതോത്സവ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കലാകാരന്മാരുടെ അഷ്ടപതി അർച്ചന തുടങ്ങി. വൈകിട്ട് 6-ന് വിശേഷാൽ അഷ്ടപതി പഞ്ചരത്ന കീർത്തനം, രാത്രി 7-ന് സാംസ്കാരിക സമ്മേളനവും അഷ്ടപതി പുരസ്കാര സമർപ്പണവും നടക്കും. തുടർന്ന് പുരസ്കാര സ്വീകർത്താവായ തിരുനാവായ ശങ്കരമാരാരുടെ വിശേഷാൽ അഷ്ടപതി കച്ചേരിയും അരങ്ങേറും. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് തീവ്രവാദ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ബാലൻ വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. KPGD ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ ശശിധരൻ വൈലത്തൂർ, കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർപേഴ്സൺ ശൈലജ വിശ്വനാഥൻ, സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ ശശി വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് യൂണിയൻ ഓഫീസിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടറിടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. നെല്ലുവായ് കള്ളിക്കാട്ടിൽ ഭാസ്കര നിലയം വീട്ടിൽ മോഹനകൃഷ്ണ മേനോനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി ആളുകളെ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ പ്രതിഭയായിരുന്നു അഡ്വക്കേറ്റ് NK സുബൈദ് എന്ന ഹൈക്കോടതി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ. പാട്ടുപീടികയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച സംഗീത കൂട്ടായ്മ അഡ്വക്കേറ്റ് NK മുഹമ്മദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓട്ടുപാറയിൽ നടന്ന സ്മരണാഞ്ജലിയിൽ സംഗീത കൂട്ടായ്മ അംഗം സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N സുനന്ദ, വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എൽദോ പൂക്കുന്നൽ, വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ച് സെക്രട്ടറി സലീം, പ്രോഗ്രാം കമ്മിറ്റി അംഗം സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വന്തം കെട്ടിടത്തിൽ വ്യാപാര ഭവൻ തുറന്നു. മതിലകം വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, MR സച്ചിദാനന്ദൻ, MB മുബാറക് എന്നിവർ സംസാരിച്ചു.
വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. ചുക്കു ബസാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മരുതിയൂർ കവലയിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് KV നാസർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഹസൻ മരോട്ടിക്കൽ, RV ഷഫീർ, ആബിദ് പുതുമനശ്ശേരി, ഹബീബ് ഇബ്രാഹിം, നസീബ് കൂരിക്കാട് എന്നിവർ സംസാരിച്ചു. ഇടറാത്ത പാദത്തോടെ നിർഭയം നിലകൊണ്ട് ഈ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളർക്കാട് വില്ലേജ് പ്രദേശത്തേക്ക് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, മെമ്പർ KK മണി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14,25,704 രൂപയും 1,50,000 രൂപ പഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടുത്തി 15,75,704 രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കുള്ള അനുസ്മരണവും രാഷ്ട്രരക്ഷാ സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തെക്കങ്കര പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി അനുശോചന പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, KR സന്ദീപ്, VJ ജമാൻ, BU നിസാർ, PJ ക്രിസ്റ്റി, AB സഞ്ജയ് എന്നിവർ പങ്കെടുത്തു. നാവിൽ രുചിയേറും വിഭവങ്ങളുമായി തൃശൂർ നഗരത്തിൽ മാങ്ങമേളയ്ക്ക് തുടക്കമായി. തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മാങ്ങമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 1500 വ്യത്യസ്ത ഇനം മാങ്ങകളാണ് പ്രദർശനത്തിനുള്ളത്. ടൗൺഹാളിൽ നടക്കുന്ന മേള നാളെ സമാപിക്കും. ആചാരങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്ന തൃശൂർ പൂരത്തിൽ മുടങ്ങിപ്പോയ ഒരു ചടങ്ങുണ്ട്. അതാണ് കോലൂത്തും പൂരം. കൊച്ചി രാജാവിന്റെ കോവിലകത്ത് പൂരപങ്കാളികളായ 10 ദേവീദേവന്മാരും പറയെടുപ്പിനായി എത്തുന്നതായിരുന്നു കോവിലകത്തും പൂരമെന്ന കോലൂത്തും പൂരം. കൊച്ചി രാജാവിന്റെ കോവിലകം ഇന്നും തൃശൂരിലുണ്ട്. പക്ഷേ കോവിലകത്തെ പൂരം ഇപ്പോഴില്ല. തൃശൂർ പൂരത്തിലെ പങ്കാളികളായ 10 ദേവീദേവന്മാരും പൂരത്തിന് ഒരു നാൾ മുമ്പ് ഈ കോവിലകത്തെത്തി പറയെടുക്കുമായിരുന്നു. അതായിരുന്നു കോവിലകത്തും പൂരം. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതായിരുന്നു പൂരമെന്ന് പറയപ്പെടുന്നു. ഈ പൂരം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അത്രേ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നിരുന്നത്. രാജഭരണകാലം അവസാനിച്ചതോടെ കോവിലകത്തെ പൂരം ഓർമ്മയായി. കൊട്ടാരം ഇപ്പോൾ പുരാവകുപ്പിന്റെ മ്യൂസിയമാണ്. തൃശൂർ പൂരത്തിനല്ലാതെ ഈ ദേവീദേവന്മാരെല്ലാം പിന്നീട് ഒത്തുകൂടുക ശിവരാത്രിക്കാണ്. ശിവരാത്രി നാളിൽ വടക്കുന്നാഥന്റെ സന്നിധിയിൽ. അപ്പോൾ അശോകേശ്വരം തേവരുമുണ്ടാകും എന്ന പ്രത്യേകതയുമുണ്ട്. പൂരത്തിനെ ആതിഥേയത്വം വഹിച്ച വടക്കുന്നാഥനോട് നന്ദി പറയാനാണ് ദേവീദേവന്മാർ ശിവരാത്രി നാളിൽ എത്തുന്നതെന്നാണ് വിശ്വാസം. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. CPI വെങ്കിടങ്ങ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. മേച്ചേരിപ്പടിയിൽ നിന്നും മുപ്പട്ടിത്തറയിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറി VR മനോജ്, ലോക്കൽ സെക്രട്ടറി CR ദിലീപ്, PS ജയൻ, MR മോഹൻ, സണ്ണി വടക്കൻ എന്നിവർ സംസാരിച്ചു. ഇത് പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ്. ലിയു ഷാവോച്ചി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായി. ലയൺസ് ക്ലബ്ബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ പറപ്പൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി നിർവഹിച്ചു. പാവറട്ടി റോയൽ ലയൺസ് പ്രസിഡന്റ് VC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റോമിയോ ജെയിംസ്, പോൾസൺ KG, ഷീന തോമസ്, സരസമ്മ സുബ്രഹ്മണ്യൻ, ടോണി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു.
തലപ്പള്ളി NSS താലൂക്ക് യൂണിയനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +1 +2 വിദ്യാർത്ഥികൾക്കായി അൺലോക്കിംഗ് ദി ഫ്യൂച്ചർ എന്ന പേരിൽ തുടർ പഠന സാധ്യതകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് P. ഋഷികേശ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ CP. ഹരിനാരായണൻ, രാജു മാരാത്ത, V. രാമനുണ്ണി, വനിതാ യൂണിയൻ പ്രസിഡന്റ് കുമാരി ജീജ സുധീർ, S. വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേറ്റുവ മഹല ജുമാ മസ്ജിദിൽ മർഹൂം ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ സ്ഥാപിച്ച ദിക്കറിന്റെ 64ാമത് വാർഷികവും ഭക്ഷണ വിതരണവും നടത്തി. ദിക്കർ മജ്ലിസിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല് ഖത്തീബ് സലീം ഫൈസി അടിമാലി, അബ്ദുൾ റൌഫ് ബാഗവി ആലത്തിയൂർ, മുക്രി ഇയാസ് മുസ്ലിയാർ, സിദ്ദിഖ് ദാരമി, സൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 51ാം വാർഷികം ആഘോഷിച്ചു. റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർഷികാഘോഷം തൃശൂർ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാമചന്ദ്രൻ, CD സൈമൺ, വായനശാല പ്രസിഡന്റ് PR മോഹനൻ, സെക്രട്ടറി VM മനേഷ് എന്നിവർ സംസാരിച്ചു. കേരളീയ സമൂഹം വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അടിത്തട്ടി കിടക്കുന്ന കൊടുങ്ങല്ലൂർ SN പുരം റൈഡേഴ്സിന്റെ 3ാമത് വാർഷികാഘോഷം TX ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൌഹാർദ്ദ റൈഡ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഹരീഷ് കുമാർ നേതൃത്വം നൽകി. ക്ലബ്ബ് സെക്രട്ടറി പ്രേം C. ശങ്കർ സംസാരിച്ചു. സൈക്ലിംഗിൽ വിവിധ രീതിയിൽ നേട്ടം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോടാലി GLP സ്കൂളിൽ കളിയരങ്ങ് ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ IR ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി, സെക്രട്ടറി AT ജോസ്, ജില്ലാ കമ്മിറ്റി അംഗം MK ബാബു, PK അജയ്കുമാർ, ജോയ് കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടറും രംഗചേതന ക്രിയേറ്റീവ് ഡയറക്ടറുമായ KV ഗണേഷ്, ലയ ജോസ്, മേഘ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ശാസ്താംബുവും ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള കുട്ടികളടക്കം 75 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പലരെയും മുൻപേ അറിയാമായിരിക്കും, പക്ഷെ ഇപ്പോ എവിടെയാണ് ആളിരിക്കുന്നത്? 3 മുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ആറാട്ട്, യജ്ഞ സമർപ്പണം, ആചാര്യ ദക്ഷിണ, പ്രസാദ വിതരണം എന്നിവ നടന്നു. കൽപ്പകശ്ശേരി വേണു മൂസതായിരുന്നു മുഖ്യ ആചാര്യൻ. പുല്ലങ്ങോട് സത്യൻ നമ്പൂതിരി, സജിത ഗംഗാധരൻ എന്നിവർ സഹ ആചാര്യരായിരുന്നു. പഴുവിൽ മാധവ മാരാർ സ്മാരക സ്കന്ദ പുരസ്കാരം പന്തിക്കാട് കൃഷ്ണപ്രസാദിനും വെള്ളാങ്കല്ലു അനൂപിനും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി സമ്മാനിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പത്മനാഭൻ, ചെറുശ്ശേരി കുട്ടൻ മാരാർ, കടവല്ലൂർ ദേവസ്വം ഓഫീസർ അയിനിക്കാട്ട് രാമചന്ദ്ര വാര്യർ, ഷാജി കുറുപ്പത്ത്, കുമ്മത്ത് നന്ദനൻ എന്നിവർ സംബന്ധിച്ചു. ചാമക്കാല ഹരിശ്രീ അംഗനവാടിയുടെ വാർഷികാഘോഷവും വിരമിക്കുന്ന ഹെൽപ്പർ ഓമന സുധാകരന് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. അംഗൻവാടി വർക്കർ KV നിഷ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VS ജിനേഷ്, സംഘാടക സമിതി കൺവീനർ PK ഹംസ, ട്രഷറർ KR ഗോപാലകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ CK ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല കെട്ടിടമായി ഭൗതിക സാഹചര്യങ്ങൾ എന്തെല്ലാം ആകുവാൻ കഴിയുമോ അതെല്ലാമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുക എന്നാണ്. കുട്ടികൾക്ക് കൂടുതൽ
പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്നാണ് ഈ അംഗൻവാടിയുടെ പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ്. മാത്രമല്ല, ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം, സാമൂഹ്യക്ഷേമ പരിപാടികൾ നന്നായി നടക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ അംഗൻവാടികളാണ്. KPMSന്റെ 54 സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടംകുളം സമരനായകൻ PK ചാത്തൻ മാസ്റ്ററുടെ പൂർണ്ണകായ പ്രതിമ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി വെങ്കടങ്ങ് ശാഖയുടെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ N. മോഹനൻ അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ ഗ്രേസി ജേക്കബ്, NK വിമല, വത്സല ഗിരീശൻ, PK ശിവദാസൻ, VR ജഗദീശൻ, മണികണ്ഠൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടികൂടി. പ്രതിയെ നാളെ നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരി കേസിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 7-നാണ് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തത്. മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. 2023 ഫെബ്രുവരി 27-നാണ് ലഹരി മരുന്ന് കൈവശം വെച്ചുവെന്നാരോപിച്ച് എക്സൈസ് ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ LSD സ്റ്റാമ്പുകളാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കുറ്റം ചെയ്യാതെ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞിരുന്നത്. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായി പാഞ്ചജന്യം ഭാരതം തൃശീവ പേരൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം തൃശൂരിൽ നടന്നു. തൃശൂർ ശ്രീ ശങ്കര ഹാളിൽ നടന്ന സംഗമം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PN നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഭാഷാ സമിതി അംഗം ഡോക്ടർ MV നടേശൻ അധ്യക്ഷത വഹിച്ചു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R. വെങ്കിട്ടരമണി ഓൺലൈൻ സന്ദേശം നൽകി. പ്രബുദ്ധ കേരളം എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ, നാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ, ആചാര്യ മോഹൻജി, ഡോക്ടർ സദനം ഹരികുമാർ, വടക്കുംപാട്ട് നാരായണൻ, ഡോക്ടർ TS വിനീത് ഭട്ട്, തന്ത്രി VK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം ആളുകളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി പൂരമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ഘടകപൂരങ്ങളുടെ മാതൃകയിൽ ചെറു സംഘങ്ങളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കണിമംഗലം, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകര, നെയ്തലക്കാവ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ആരംഭിച്ച് തിരുവമ്പാടി വഴിയും ചെമ്പൂക്കാവ്, പനമുക്ക്, കാരമുക്ക് തുടങ്ങിയ ഇവിടങ്ങളിൽ നിന്ന് പാറമേക്കാവ് വഴിയും ചെറു സംഘങ്ങളായെത്തി തെക്കേ ഗോപുരനടയിൽ ഒത്തുചേരുന്ന രീതിയിലായിരുന്നു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ എന്നിവർ ഈ പൂരം സ്പെഷ്യൽ റണ്ണിന്റെ ഭാഗമായി അയ്യന്തോൾ മുതൽ തെക്കേ ഗോപുരനട വരെ ഒരുമിച്ചോടി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 100ഓളം പേർ കൂട്ടയോട്ടത്തിൽ അണിചേർന്നു. CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. MD സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം എന്നിവർ സംസാരിച്ചു. സാമൂഹിക ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കഴിയും. ലോകമെങ്ങും അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരകൾക്ക് അനുകൂലമായി ഉയർന്നു വരുന്നൊരു കാലം. ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ, മൂലധന ശക്തികളുടെ ചൂഷണത്തിനെതിരായ പോരാളികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ, വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,339 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ബുദ്ധിയുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറ ജോസഫ്. സർക്കാർ മർക്കട മുഷ്ടി വെടിയണമെന്നും സാറ ജോസഫ്. വേലു പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. പീച്ചിയിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ മുകളിലേക്ക് മരക്കൊമ്പ് വീണു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ വിരുപ്പാക്ക സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ധാരണയായി. സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. മെയ് 1-ന് മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് നീക്കം. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. വേടനടക്കം 9 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ യുവനടന്മാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. അഷ്ടപതി സംഗീതോത്സവം തുടങ്ങി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.